മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം അവിടെ പരിശോധന നടത്തിയതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ അതൊരു ന്യായമാണോ എന്ന ഒറ്റനോട്ടത്തിൽ ആളുകൾക്ക് തോന്നും. എന്നാൽ കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന ആമുഖത്തോടു കൂടി തന്നെ ഞാൻ പറയട്ടെ, ത്രിപുരയിൽ IMCT ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം കാണാൻ, സംഭവങ്ങൾ പരിശോധിക്കാൻ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ത്രിപുരയ്ക്ക് ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 40 കോടി രൂപ അഡീഷണൽ അസിസ്റ്റൻസായി പ്രഖ്യാപിച്ചത് അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തേ കേരളം മാത്രം ഒരു കുറ്റം ചെയ്തു? ആവർത്തിക്കുന്നില്ല ഞാൻ. സിക്കിമിന് കിട്ടിയ പണം, ഹിമാചലിന് കിട്ടിയ പണം, കർണാടകയ്ക്ക് കിട്ടിയ പണം, തമിഴ്നാടിന് കിട്ടിയ പണം, ത്രിപുരയ്ക്ക് കിട്ടിയ പണം. കേരളത്തിന് ഈ പ്രവചനങ്ങളിൽ ഈ വിധത്തിൽ വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായതായി കാണുന്നുണ്ടോ? സുപ്രീം കോടതി തന്നെ ബംഗാളിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളെ കൃത്യതയോടുകൂടി നോക്കി കണ്ടപ്പോൾ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് സുപ്രീം കോടതി വിലയിരുത്തേണ്ടായല്ലോ. ബംഗാളിലെ കടുത്ത ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട്, പട്ടിണിയുമായി ബന്ധപ്പെട്ട്, അതായത് ധാന്യങ്ങൾ കിട്ടാത്ത പ്രയാസവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ വന്ന വളരെ നേരത്തെ വന്ന ഒരു കേസിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാകണം എന്ന് സുപ്രീം കോടതി വിലയിരുത്തി. 2 കാര്യങ്ങളാണത് പറഞ്ഞത്. തികച്ചും ജൈവികമാകണം, സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ജൈവികമാകണം. റവന്യൂ മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു.